നെഹ്റു കുടുംബത്തിനും കോൺഗ്രസിനും കനത്ത തിരിച്ചടി. ബൊഫോഴ്സ് അഴിമതി കേസ് പുനരന്വേഷിക്കാൻ കേന്ദ്രം. യുഎസിൽ സ്വകാര്യ കുറ്റാന്വേഷകൻ മൈക്കൽ ഹെർഷ്മാനോട് സിബിഐ വിശദാംശങ്ങൾ തേടി. പ്രത്യേക സിബിഐ കോടതി വഴിയാണ് കത്തയച്ചത്. ബൊഫോഴ്സ് പീരങ്കി ഇടപാടിലെ അഴിമതി അന്വേഷണം അട്ടിമറിച്ചത് രാജ്യത്ത് അധികാരത്തിലിരുന്ന കോൺഗ്രസിന്റെ സർക്കാരുകളാണെന്നും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൈമാറാൻ തയ്യാറാണെന്നും മൈക്കൽ ഹെർഷ്മാൻ പ്രതികരിച്ചിരുന്നു. 2017 ഇന്ത്യ സന്ദർശന വേളയിലായിരുന്നു ഈ വെളിപ്പെടുത്തൽ. കേസ് പുനരന്വേഷിക്കാൻ ശ്രമിക്കുന്ന സിബിഐ മൈക്കൽ ഹെർഷ്മാന് കത്തയച്ചു. ഹെർഷ്മാനിൽ നിന്നും വിശദാംശങ്ങൾ തേടാൻ കഴിഞ്ഞ വർഷം സിബിഐ യുഎസ് അധികൃതരെ ബന്ധപ്പെട്ടുവെങ്കിലും നടപടിയുണ്ടായില്ല. ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതിയോടെ സിബിഐ പ്രത്യേക കോടതി വഴി കത്തയച്ചത്. 1986 മാർച്ച് 28-നാണ് രാജീവ് ഗാന്ധി സർക്കാരും സ്വീഡിഷ് കമ്പനിയായ ബൊഫേഴ്സുമായി ആയുധ കരാറിൽ ഒപ്പിടുന്നത്. 1437 കോടി രൂപയുടെ കരാറിനായി സ്വീഡിഷ് കമ്പനി 64 കോടി രൂപ കോഴ നൽകിയത് വിവാദമായി. രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കേസിൽ പ്രതിയേർക്കപ്പെട്ടിരുന്നു. ദേശീയതലത്തിൽ അധികാരത്തിലിരുന്ന കോൺഗ്രസിന്റെ സർക്കാരുകൾ അന്വേഷണത്തിൽ നടത്തിയ ഇടപെടൽ മൂലം 2005 ഡൽഹി ഹൈക്കോടതി കേസിലെ എല്ലാ പ്രതികളെയും കുറ്റവിമുക്തരാക്കി. ജനം, ഡൽഹി.